ഇന്റെ ഊര. മീൻകൊട്ടന്റെ അടിപ്പെട്ട മത്തിന്റെ അവസ്ഥയായി. ഇറങ്ങിക്കോളെ ഇറങ്ങിക്കോളെ. ഓ എന്റെ മോയന്തോ എലി പാഞ്ഞെടുത്തോളൂ. എരിമ പാഞ്ഞ എന്താ സ്ഥിതി? ആയിക്കോട്ടെ ഇറങ്ങടാ. ഓ ചെയ്താനെ. നിങ്ങൾ എന്തിനാ ആദ്യം അതിൽ ചാടിയത്? എത്ര കായ്? ഒരു 30 റുപ്യ. പോരെ ഇങ്ങട്. എന്റെ പെങ്ങൾക്ക് എന്താ വീണ്ടും മരിക്കാൻ ഒരു പൂതി? അതിന് മാത്രം എന്ത് പ്രശ്നമാണ് പിന്നെയും വീട്ടിലുണ്ടായേ? ഇപ്രാവശ്യത്തെ കാരണക്കാരത്തെയും അന്റെ മരുകൾ തന്നെ ആയിരിക്കും അല്ലേ? ഇത് ഇനി അങ്ങനെ വിട്ടാ പറ്റൂല. എത്ര കാലം എന്ന് കരുതിയാ മനുഷ്യനിങ്ങനെ ഓട്ടോറിക്ഷ കാര്യം കൊടുത്തോണ്ട് വരിക? ഇതിനൊരു അവസാനം വേണ്ടേ? ആഹാ, ഇട്ട് മരിക്കൂല്ല, ഓൾട്ട് പോര് നിർത്തൂല്ല. ആഹാ, ഓള് പുതുക്കായിട്ട് ചിരിക്കുണ്ടാവും. ഒന്നങ്ങോട്ട് ചോദിക്കളിയാ. എനിക്കാണെ ദേഷ്യം വന്നിട്ട് ഒന്നങ്ങോട്ട് പറയാൻ കിട്ടുന്നില്ല. കേട്ടില്ല ഞങ്ങള്? ദേഷ്യം വന്നിട്ട് മൂപ്പർക്ക് തന്നെ മിണ്ടാൻ പറ്റണില്ല. മനാഫേ, എന്താ പ്രശ്നം? ഇതിലേറെ എന്ത് പ്രശ്നം ഉണ്ടാകാനാ? അമ്മാതിരി ഒലക്കമ്മല വർത്താനല്ലേ ഓള് മാനോട് പറഞ്ഞത്? എന്താ എന്താ ഓള് പറഞ്ഞാ ചോദിക്കണേ? പറഞ്ഞു കൊടുക്കുമ്മ. ഇങ്ങക്ക് കേക്കണോ? രാവിലെ തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പിട്ട് വിറകൊക്കെ കീറിയിട്ട് മീനും കൂടി ഒന്ന് നന്നാക്കി വെക്കാന്ന് കരുതി അടുക്കളപ്പുറത്തേക്ക് ഒന്ന് ചെന്ന് മോള് മീൻ നന്നാക്കണ്ടല്ലേ? എന്താ കണ്ടറിഞ്ഞൂടെ? ഞാൻ വെറുതെ ചോദിച്ചാ മോളെ. അരി അടുപ്പത്തിട്ടണോ? എന്താ നിങ്ങളെ മൊത്തം കണ്ണില്ലേ ചെന്നൊന്ന് നോക്കാൻ? ഇനി അഥവാ ഇട്ടിട്ടില്ലേ നിങ്ങളെ കഴിക്കാൻ ഇല്ലില്ലേ? അതൊന്ന് കഴുകിടാൻ. ഉമ്മാരോടും ബാപ്പാരോടും ഇങ്ങനെയൊക്കെയാണോ മോളെ പറയേണ്ടത്? ഇതൊക്കെയാണോ മോളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചെന്ന്? തള്ളേ, എന്റെ വീട്ടുകാരെ പറയണ നിങ്ങളെ ഉമ്മയും ബാപ്പി നന്നായി ഓതി തന്നോണ്ടായിരിക്കും നിങ്ങൾ ഇത്ര നന്നായത്. ഇങ്ങനെയൊന്നും പറയല്ലേ. അപ്പൊ നിങ്ങളെ ബാപ്പാക്ക് വിളിച്ച നിങ്ങൾക്ക് പൊള്ളും. എന്താ എനിക്ക് ആ പൊള്ളയില്ലേ? നേരത്തെ വെട്ടി വിഴുകുന്നുണ്ടല്ലോ. പോയി വല്ല പണി നോക്ക് തള്ളേ. ഇതൊക്കെ ഒന്ന് തീർന്ന് കിട്ടിയാ മതിയായിരുന്നു. എന്നാലും ഓളങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ? എവിടെ അനക്ക് വല്ല കാറ്റുണ്ടോ? ഇതൊക്കെ നമ്മളെ പെങ്ങളെ ഒരു നമ്പറല്ലേ? നമ്മൾ ഇതിലേക്കാണ് കൂടിക്കൊടുക്കുക. അതാ നമ്മളെ നിലപ്പിനല്ലേ. എന്തായാലും ഞാൻ ചോദിച്ചു നോക്കാം. കരീഷ, ഓൾ അങ്ങനെ പറഞ്ഞു? എന്താ എനിക്കൊരു സംശയം. ഓൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാ. ബാപ്പാക്ക് വിളിക്കാന്ന് അതിന്റെ വിഷമത്തിലല്ലേ ഉമ്മ കിണറ്റ് ചാടാൻ പോയത്? ഓല പോര് സഹിക്കണേക്കാളും കിണറ്റ് ചാടി മരിക്കാന്നല്ലേ മൂപ്പര് പറയണത്. എടാ, കെട്ടിയോനാന്ന് പറഞ്ഞ ഞെളിഞ്ഞ് നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഉസിര് വേണം, ഉസിര്. കെട്ടിയ പെണ്ണിനെ അടക്കി നിർത്താനുള്ള ഉസിര്. അനക്കതില്ലാത്തോണ്ടാണ് ഒക്കെ ഇവിടം വരെ എത്തിയത്. എൻ്റെ പെങ്ങളായ എൻ്റെ ഉമ്മാക്കും സ്വന്തം മരുകളെ മൂക്കായിട്ട് പിടിക്കാനുള്ള കൽപ്പില്ല. അനങ്ങിയ ആത്മഹത്യാ ശ്രമ. പിന്നെ കൂട്ടാങ്കാലത്തിൽ കയ്യിലിട്ട് ഇളക്കിയിട്ട് കളകളാന്ന് തൊള്ളയിടാൻ പറ്റും. ഞാൻ എന്നെ കുറ്റം പറഞ്ഞ അല്ല കദീസ. കുറച്ചൊക്കെ തണ്ടും പോരും അനക്കും വേണം. അല്ലാണ്ട് ഇത്ര ദുർബല ഹൃദയത്തെ ആവരുത്. എപ്പോഴാ തലമുണ്ടയ്ക്ക് ചവിട്ടി കിട്ടുക എന്ന് പറയാൻ പറ്റൂല. ഞാൻ എന്നോട് കൂടിയാ പറഞ്ഞത്. ഞാൻ എന്തൊക്കെ കാട്ടുക? തല്ലി കൊല്ലാൻ പറ്റുമോ? കെട്ടിയോളായി പോയില്ലേ? കെട്ടിയോള് കുട്ടികളെ പറയാൻ പറ്റാത്ത കെട്ടിയോളെ ഒക്കെ തെച്ച് നടന്നോ? ഓൾ എന്റെ കെട്ടിയോളാക്കാൻ വേണ്ടി ഞമ്മളന്ന് കുറച്ച് മാമൂലുകളൊക്കെ പറഞ്ഞുറപ്പിച്ചിരുന്നു. അത് ഇതുവരെ തീർത്ത് തന്നോ എന്റെ കെട്ടിയോളെ കുടിക്കാര്? ഇല്ലല്ലോ. അപ്പൊ ഇനി അധികം തലേ കയറ്റി ഇരുത്തണ്ട. പോണ വൈക്ക് പോട്ടെ. 1 2 അല്ല 4 എണ്ണം കെട്ടാൻ ഞമ്മളിൽ ആണുങ്ങൾക്ക് പടച്ചോൻ അധികാരം തന്നിക്കണ്. അതുകൊണ്ട് അധികം നെകളിപ്പൊന്ന് ആ തൊളിച്ചിരിക്കണവർക്ക് വേണ്ട.